15 മാസം നീണ്ടുനിന്ന കൂട്ടക്കുരുതിക്ക് വിരാമം. ഗാസയിൽ വെടിനിർത്തലിനും ബന്ദികളെ മോചിപ്പിക്കാനും ഇസ്രായേൽ ഹമാസ് ധാരണ. വെടിനിർത്തൽ ഞായറാഴ്ച തുടങ്ങുമെന്ന് ഖത്തർ പ്രധാനമന്ത്രി അറിയിച്ചു. 6 ആഴ്ച നീളുന്ന ഒന്നാം ഘട്ടത്തിൽ 33 ബന്ദികളെ ഹമാസ് മോചിപ്പിക്കും. ഇരട്ടിയിലേറെ പാലസ്തീൻ തടവുകാരെ ഇസ്രായേലും വിട്ടയക്കും. ഇസ്രായേൽ സൈന്യം ഗാസയിലെ ജനസാന്ദ്രതയേറിയ മേഖലകളിൽ നിന്ന് കിഴക്കൻ ഭാഗത്തെ ബഫർ സോണിലേക്ക് മാറും. ഗാസയിലേക്ക് ഇന്ധനം, ഭക്ഷണം തുടങ്ങിയവ എത്തും. 16-ാം നാൾ തുടങ്ങുന്ന അടുത്ത റൗണ്ട് ചർച്ചയിൽ രണ്ടാം ഘട്ടത്തെക്കുറിച്ച് തീരുമാനിക്കും. ശേഷിക്കുന്ന ബന്ദികളുടെ മോചനവും ഉണ്ടാകും. US, ഖത്തർ, ഈജിപ്ത് എന്നിവർ നടത്തിയ മാസങ്ങൾ നീണ്ട മധ്യസ്ഥ ചർച്ചകളുടെ ഫലമാണ് കരാർ. കരാർ അംഗീകരിച്ചെന്ന് ഹമാസ് സ്ഥിരീകരിച്ചു. അതേസമയം ധാരണകളിൽ വ്യക്തത വരാനുണ്ടെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു പ്രതികരിച്ചു. ഇസ്രായേൽ സൈന്യവും റെഡ് ക്രോസും ബന്ദികളെ തിരിച്ചെത്തിക്കാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. ഈജിപ്തിനും ഗാസയ്ക്കുമിടയിലെ റാഫ അതിർത്തി തുറക്കും. നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് കരാർ വിവരം പ്രഖ്യാപിച്ചത്. എന്നാൽ പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച കരാർ രൂപരേഖയാണ് അംഗീകരിക്കപ്പെട്ടത്. ബൈഡൻ മേയിൽ അവതരിപ്പിച്ച രേഖ UN അംഗീകരിച്ചിരുന്നു. മധ്യസ്ഥ ചർച്ചകളിൽ സ്വീകാര്യമായ മാറ്റങ്ങളും വരുത്തി. 2023 ഒക്ടോബർ 7-നാണ് ഇസ്രായേലിനെ ഹമാസ് ആക്രമിച്ചത്. ഈസ്റ്റ് ജെറുസലേമിലെ അൽ അക്സ പള്ളിയിൽ വർഷങ്ങളായുള്ള ഇസ്രായേൽ പാലസ്തീൻ തർക്കമായിരുന്നു കാരണം. കര, വ്യോമ, കടൽ മാർഗം ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറിയ ഹമാസ് സംഘങ്ങൾ 1200ഓളം പേരെ കൊന്നൊടുക്കി. നഗരങ്ങൾ കത്തിച്ചു. 251 പേരെ തട്ടിക്കൊണ്ടുപോയി. പിന്നാലെ ഗാസയിൽ ഇസ്രായേൽ ആക്രമണം തുടങ്ങി.